ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ അത് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ സോയാബീൻ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടും. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് അതിലുള്ള ഒരു വെള്ളമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ഞാനിവിടെ ഇത് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സോയാബീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു കറിവേപ്പില നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു സോയാബീൻ നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലോർ അരിപ്പൊടിയൊക്കെ ചേർത്ത കാരണം തന്നെ ഒട്ടും തന്നെ ഇതിൽ എണ്ണ കുടിക്കില്ല. അപ്പോൾ ഇതാ ഞാനിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് സോസൊക്കെ ഒഴിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആ ഒരു ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഓയിലും സോസും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു നുള്ള് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഒരു സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.